നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. പൊതുവെ ആരോഗ്യ സംരക്ഷണത്തിൽ പുതുതലമുറ കൂടുതൽ ശ്രദ്ധാലുക്കളാകുന്ന ഒരു സമയമാണിത്. എന്നാൽ പോലും പല അസുഖങ്ങളുടെയും നിരക്കുകൾ കൂടി വരുന്നു. വിശേഷിച്ച് ഹൃദ്രോഗികളുടെ നിരക്കുകൾ കേരളത്തിൽ കൂടി വരുന്നു എന്നാണ് കണക്കുകൾ. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ചില സമയങ്ങളിൽ ചില കാര്യങ്ങളിൽ വളരെ നിസ്സാരവൽക്കരിച്ച് ചില കാര്യങ്ങളെ ഗൗരവമായി കാണാതെ തെറ്റായ രീതിയിലുള്ള ഉറക്കശീലങ്ങൾ, വ്യായാമം ഇതെല്ലാം പ്രശ്നമാകുന്നു. ഹൃദയം സംരക്ഷിക്കുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, മുൻകരുതലുകൾ, ചികിത്സകളെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ ഹൃദ്രോഗ വിദഗ്ധനായ ഡോക്ടർ ഹർഷ ജീവൻ. നമസ്കാരം. നമസ്കാരം ഡോക്ടർ, നമ്മൾ എത്രയോ ചർച്ച ചെയ്യുന്നു ഹൃദ്രോഗികളെ കുറിച്ചിട്ട്, അവർ എടുക്കേണ്ട മുൻകരുതലുകളെ കുറിച്ചിട്ട്. പുതുതലമുറ കൂടുതൽ ശ്രദ്ധാലുക്കളാകുന്നു. എങ്കിലും ഈ ഉറക്കത്തിൻ്റെ കാര്യം തന്നെ എടുത്താൽ കൃത്യമായ ഉറക്കം പലപ്പോഴും ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതങ്ങ് നിസ്സാരവൽക്കരിക്കുന്ന ഒരവസ്ഥ. ഉറക്കത്തിൻ്റെ പ്രാധാന്യം 2 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു താരാട്ടുപാട്ടുണ്ട്. അന്ന് ഇരിയമ്മൻ തമ്പി ശിശുവായ സ്വാതി തിരുനാളിന് പറഞ്ഞ ഓമന തിങ്കൾ കിടാവേ എന്നുള്ള പാട്ടാണ്. അന്നും ഇന്നും ഉറക്കത്തിൻ്റെ മഹത്വം നമുക്ക് അറിഞ്ഞിരിക്കണം. ഉറക്കം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്ക് ഏറ്റവും ആദ്യം നമ്മൾ കുറയ്ക്കുന്ന സംഗതിയാണ് ഉറക്കം. ഓട്ടപ്പാച്ചിൽ, നമ്മുടെ ജോലി, ഇതിനകത്ത് ആദ്യമായിട്ട് ദ ഫസ്റ്റ് കാഷ്വാലിറ്റി ഈസ് ഓൾവേസ് സ്ലീപ്പ്. ഉറക്കം കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നല്ല ആദ്യം നമ്മൾ നമ്മുടെ ബാക്കി സംഗതികളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഉറക്കത്തിനെ പറ്റി ചിന്തിക്കുക. ഇതൊരു പ്രോബ്ലം ആകുന്നത് എന്നാന്ന് വെച്ചാൽ, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ശരീരത്തിൽ 2 സിസ്റ്റമുണ്ട് നമുക്കറിയുന്നത്. വൺ ഇസ് എ സിമ്പത്തറ്റിക് സിസ്റ്റം, വൺ ഇസ് എ പാരസിമ്പത്തറ്റിക് സിസ്റ്റം. ഇങ്ങനത്തെ ഈ സിമ്പത്തറ്റിക് സിസ്റ്റമാണ് നമ്മൾ ഉണർവിൻ്റെയും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുക. പാരസിമ്പത്തറ്റിക് സിസ്റ്റം നമ്മുടെ ഉറക്കത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുന്നതാണ്. അപ്പം ഈ 2 സിസ്റ്റം ഓൾവേസ് ശരീരത്തിൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ഉറക്കത്തിൻ്റെ സമയത്ത് നമ്മുടെ ഹാർട്ടിനും ബാക്കി ശരീരത്തിന് അംഗത്തിനും റെസ്റ്റ് കിട്ടുന്നതിന് നമുക്ക് ഒരു ഫേസ് ഓഫ് റെസ്റ്റ് ഈ പാരസിമ്പത്തറ്റിക് സിസ്റ്റം കൊണ്ട് നമുക്ക് കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരിൽ, നമ്മളിപ്പോൾ ഉറക്കം കിട്ടാത്ത ആൾക്കാരിൽ ഓൾവേസ് ശരീരം ഒരു എൻജിൻ ഓൾവേസ് ഓൺ ആയിരിക്കുന്ന പോലെയാണ്. അപ്പം എൻജിൻ സ്വിച്ച് ഓഫ് ആകുന്നില്ല. നമ്മുടെ മനസ്സും അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് ഓൺ ആയിരിക്കുമ്പോൾ നമ്മുടെ ഹാർട്ടും നമ്മുടെ ശരീരത്തിലെ ബാക്കി അംഗങ്ങളും കോൺസ്റ്റൻ്റ്ലി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഹൈ ഫ്ലോയിൽ നമ്മൾ പ്രവർത്തിക്കും. ഇത് പാടില്ല. ശരീരത്തിന് ഒരു റെസ്റ്റ് ആൻഡ് റീജനറേഷൻ എൻ്റെ ഒരു ഭാഗം നമുക്ക് വേണ്ടി വരും. അപ്പോൾ അത് ഉറക്കം വളരെ പ്രധാനം എന്നുള്ളതാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നത് ഹൃദ്രോഗികൾ പോലും പലപ്പോഴും എത്ര മണിക്കൂർ ഉറങ്ങണം എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയുന്നില്ല. ചിലർക്ക് രാത്രി ഒരുപാട് വൈകി ഉറങ്ങിയ ശീലം, ചിലർ പെട്ടെന്ന് തന്നെ രാവിലെ എഴുന്നേറ്റ് പോരും. അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ എത്ര ഉറക്കം ഒരാൾക്ക് കിട്ടണം എന്നുള്ളത്? സാധാരണമായിട്ട് നമുക്ക് 6 തൊട്ട് 8 മണിക്കൂറുകളാണ് ഉറക്കത്തിന് വേണ്ടത്. ചിലർക്ക് അത് അത്രയും കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഹൃദ്രോഗികൾക്ക് പ്രത്യേകിച്ചും ഉറക്കം എന്ന് പറയുന്ന ഒരു പ്രാധാന്യമായൊരു കാര്യമാണ്. അപ്പം ഒരു 6 to 8 hours ഡെയിലി നമുക്ക് ഉറക്കം കിട്ടിയാൽ നല്ലതായിരിക്കും. അൺഇൻറ്ററപ്റ്റഡ്, നമ്മളപ്പോൾ ഉറക്കം ഒരു 6 മണിക്കൂർ കൃത്യമായിട്ട് നമുക്ക് കിട്ടിയാൽ നമുക്ക് നല്ലതായിരിക്കും. ഇല്ല, നമുക്ക് അത്രയും കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ദിവസത്തിൻ്റെ വേറൊരു ഭാഗത്ത്, എസ്പെഷ്യലി ഒരു പോസ്റ്റ് ലഞ്ച് സെഷൻ നമുക്ക് ഉറക്കം കിട്ടുമ്പോൾ ഒരു പവർ നാപ്പായിട്ട് ഒരു 30 minutes ആ സമയത്ത് കിട്ടിയാലും നമുക്ക് ഇതിനകത്ത് ആഡ് ഓൺ ആകും. അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു 6 മണിക്കൂർ 24 മണിക്കൂറിൽ ഉറക്കത്തിൽ നമുക്ക് ചെലവഴിക്കേണ്ടത് ആവശ്യമുണ്ട്. ഉറക്കത്തോടൊപ്പം തന്നെ പ്രധാനമാണ് ഭക്ഷണത്തിൻ്റെ ഒരു കാര്യവും. കാരണം ഉറക്കവും ഭക്ഷണവും പലപ്പോഴും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ഇപ്പോൾ കൂടുതൽ സമയം ജോലി ചെയ്യുന്നവർ ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രി 10:30, 11 മണിയൊക്കെ ആകുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങാൻ കിടക്കുകയും ഉറക്കം കിട്ടുന്നില്ല എന്ന് പരാതി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉറക്കവും ആ ഭക്ഷണത്തിൻ്റെ സമയവും തമ്മിലുള്ളൊരു ബന്ധം. ഭക്ഷണം കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഉറക്കാൻ കിടക്കരുത്. അപ്പം ഭക്ഷണം കഴിഞ്ഞിട്ട് കുറച്ച് ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. ഭക്ഷണം കഴിഞ്ഞിട്ട് നമ്മൾ യൂഷ്വലി ഒരു 1 to 2 hours ഒരു ഗ്യാപ്പ് വിട്ടാലേ നമുക്ക് കുറച്ചൊരു ഡൈജഷൻ്റെയും ഭാഗമൊക്കെ ആയിട്ട് നമുക്ക് ഉറങ്ങാൻ കിട്ടും. നമുക്ക് ശരീരം നമുക്ക് തളർന്നിട്ടില്ല. നമ്മൾ ആ സമയത്ത് നമ്മൾ ഒത്തിരി, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ടാബ്ലറ്റ് എടുത്ത് അല്ലെങ്കിൽ ഒരു TV സ്ക്രീനിൽ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് ഒരു ബോഡി സ്വിച്ച് ഓഫ് ആകാൻ ഒരു സമയം നമുക്ക് കൊടുക്കേണ്ടി വരും. അതില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2 hours ഗ്യാപ്പ് കൊടുത്തിട്ട് നമുക്ക് ഉറക്കത്തിനെ പറ്റി ചിന്തിക്കേണ്ടി വരും. ഒരു കോളർ ഉണ്ട് ഡോക്ടർ. ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ. ഞാൻ ഒരു കൊല്ലമായി ആൻഡ്രോപ്ലാസ്റ്റി ചെയ്തതാണ്. ആയിക്കോട്ടെ ഡോക്ടർ മറുപടി കിട്ടുന്നില്ല, സൗണ്ട് ഇല്ലാത്തതുകൊണ്ട്. പറഞ്ഞോളൂ, കേൾക്കാം, പറഞ്ഞോളൂ.
ഞാൻ ഒരു കൊല്ലമായി ആൻജിയോപ്ലാസ്റ്റി ചെയ്തതാണ്. അതെ, ഒരു കൊല്ലമായിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത പറഞ്ഞോളൂ. ഒരു വ്യക്തിയാണ്. ഇപ്പൊ എന്താ സംശയം? ഇപ്പൊ അതിന്റെ മരുന്നുകൾ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്ന ക്ലോപ്പിലേറ്റ് 75. കുറച്ച് പറഞ്ഞോളൂ. മരുന്നുകൾ കൃത്യമായി കഴിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഇതിന്റെ. ഒന്നുകൂടെ ചോദിച്ചോളൂ. ക്ലോപ്പിലേറ്റ് എക്കോസ്പിരിറ്റിൻ 325, അവന്റെ ബയോട്ടോർ 80. ഈ മരുന്നുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യമായ മരുന്നുകളാണ്. നമ്മൾ ആൻജിയോപ്ലാസ്റ്റി കഴിയുമ്പോഴത്തേക്കിനും അവർ ഒരു സ്റ്റെൻറ്റോ ഇട്ട് കാണും. അങ്ങനത്തെ ആ സ്റ്റെൻറ്റിൻ്റെ രക്തമൊഴുക്കും ആ ഹാർട്ടിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള കുറച്ച് മരുന്നുകളാണ് നിങ്ങൾ കഴിക്കുന്നത്. അതിൻ്റെ ഡോസേജും അതിൻ്റെ എത്രമാത്രം എത്ര ദിവസം കഴിക്കേണ്ടതും ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഡോക്ടർ നിങ്ങളോട് പറയും. അതിനകത്ത് കുറച്ച് ടാബ്ലറ്റ്സ് നിങ്ങൾക്ക് ജീവിതകാലം മുഴുവനും കഴിക്കേണ്ടി വരും. ആസ്പിരിനും അങ്ങനത്തെ ഗുളികൾ, ഈ രക്തം അലിപ്പിക്കുന്ന മെഡിസിൻസ്, ക്ലോട്ട് വരാതിരിക്കാൻ വേണ്ടിയുള്ള മെഡിസിൻസ് നമുക്ക് കഴിക്കേണ്ടി വരും. രണ്ടാമതായി നമുക്ക് ഈ മരുന്നിൻ്റെ ഡോസേജ് നമ്മൾ ക്രമേണം കുറച്ചുകൊണ്ട് വരും. അത് ശരീരത്തിൻ്റെ റെസ്പോൺസ് അനുസരിച്ചാണ്. അത് നമുക്കിപ്പം കൊളസ്ട്രോളിൻ്റെ മെഡിസിൻസ് ഏത് ഡോസിൽ വേണം, അത് ഇടയ്ക്ക് നമ്മൾ കൊളസ്ട്രോളിൻ്റെ ഒരു ടെസ്റ്റ് ലിപ്പിഡ് പ്രൊഫൈൽ നടന്ന് ചെയ്ത് നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ ഡോക്ടർ, ഇപ്പം മരുന്ന് കഴിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഹൃദ്രോഗികൾക്ക് മറ്റൊരു സംശയം വരുന്നത് വ്യായാമത്തിൻ്റെ കാര്യത്തിലാണ്. ഇവർ ഏത് തരത്തിലുള്ള വ്യായാമം ചെയ്യണം? പലരും വ്യായാമം ചെയ്യുന്നവരാണ്, പക്ഷേ അത് കൃത്യമായ രീതിയിലാണോ എന്നുള്ള കാര്യത്തിലാണ് സംശയം. സാധാരണയായിട്ട് വ്യായാമം ഒരു ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ വ്യക്തിക്ക് ഇനീഷ്യൽ ഡേയ്സിൽ കുറച്ച് റെസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ ഫുൾ ടൈം നമ്മൾ ബെഡിൽ ഇരിക്കണമെന്ന് നമുക്ക് കിടക്കണമെന്നല്ല. കുറച്ച് നടത്തമാണ് ആദ്യം പറയുന്നത്. വാക്കിംഗ് ഈസ് ഓൾവേസ് ദ ഫസ്റ്റ് എക്സർസൈസ്. അത് ഗ്രാജുവലായിട്ട് നമ്മൾ അതിൻ്റെ ടൈം ആൻഡ് ഡ്യൂറേഷൻ നമ്മൾ കൂട്ടും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആദ്യം ഒരു 15 മിനിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ അരമണിക്കൂർ ഡെയിലി ആ രീതിയിൽ നമുക്കത് ഇൻക്രീസ് ചെയ്യും. ഒന്ന് കൂടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ സ്പീഡും അതിൻ്റെ ഡിസ്റ്റൻസും നമുക്ക് കൂട്ടാം. ഇത് എന്നും നമുക്കൊരു ഡെയിലി ഒരു 30 മിനിറ്റോളം ഇതിന് ചിലവഴിച്ചാൽ നല്ലതായിരിക്കും. കൂടുതലായിട്ട് ഒരു ഇച്ചിരിയുടെ വ്യായാമക്രമം കൂട്ടുമ്പോഴത്തേനും കുറച്ച് എക്സർസൈസസും മൈൽഡ് വെയിറ്റ് ട്രെയിനിങ്ങും ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഓക്കെ, അത് ഹൃദ്രോഗികളുടെ കാര്യം. മറ്റൊന്ന്, ഈ ചെറുപ്പക്കാരൊക്കെ നമ്മൾ നോക്കുമ്പോൾ കാണാം, ഇവരെല്ലാവരും ജിമ്മിൽ പോകുന്നവരാണ്. വ്യായാമം എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു ജിം. അപ്പോൾ ഈ ജിമ്മിൽ പോകുമ്പോൾ നമ്മൾ എന്തെല്ലാം തരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യണം എന്നതിനെക്കുറിച്ച് പലർക്കും പിടിപാടില്ല. ശരിക്കും പറഞ്ഞാൽ ഹൃദയാരോഗ്യത്തിന് അല്ലെങ്കിൽ കൃത്യമായ ആരോഗ്യം സൂക്ഷിക്കാൻ ഏതെല്ലാം തരം വ്യായാമങ്ങൾ? ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം കൊച്ചി നഗരത്തിൽ നമുക്കിപ്പം യൂത്ത് നോക്കിയാൽ 20-40% ആൾക്കാർ മാത്രം എക്സർസൈസ് ചെയ്യുന്നുള്ളൂ. ഇറ്റ് ഈസ് ക്ലോസർ ടു 20%. അപ്പം 20% ആൾക്കാർ എക്സർസൈസ് ചെയ്യുമ്പോൾ അതിനകത്തും ഒരു മെജോറിറ്റി നമുക്ക് ജിമ്മിൽ പോകുമ്പോൾ നമ്മുടെ മെയിൻ ഉദ്ദേശം ഈസ് ബോഡി ബിൽഡിംഗ് എന്നാണ് എല്ലാവരുടെയും മനസ്സിൽ. അപ്പോൾ ദാറ്റ് ചിന്താഗതി ഇപ്പോൾ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. ജിം ഇസ് നോട്ട് ഓൺലി ഫോർ ബോഡി ബിൽഡിംഗ്, ഇറ്റ് ഈസ് ഓൾസോ ഫോർ ഹെൽത്ത്. അപ്പോൾ ഹെൽത്തിനകത്തുള്ള അപ്പോൾ അതിനകത്തുള്ള ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് ട്രെയിനിങ് മാത്രം ചെയ്യാതെ, ദാറ്റ് ഇസ് കോൾഡ് ആൻ അനറോബിക് ഓർ റെസിസ്റ്റീവ് എക്സർസൈസ്, അതല്ലാതെ നമുക്ക് ഇച്ചിരൂടെ എയറോബിക് ഓർ കാർഡിയോ എക്സർസൈസസ് ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജിമ്മിൽ ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് മാത്രമല്ലാതെ ദർ ആർ ലോട്ട് ഓഫ് ഓപ്ഷൻസ്. നമുക്ക് മ്യൂസിക് ബേസ്ഡ് ഉണ്ട്, നമുക്ക് അങ്ങനെ എക്സസൈസ് ബേസ്ഡ് റുട്ടീൻസ് ഉണ്ട്, നമുക്ക് സുംബ ഉണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓൾ ഓഫ് ദം ആർ ന്യൂവർ ജനറേഷന് താല്പര്യപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് എക്സസൈസ് ശൈലികളുണ്ട്. ഇതെല്ലാം ഫോക്കസ് ചെയ്യുന്നത് ഒരു കാര്യമാണ്, ദാറ്റ് ഇസ് ടു ഇംപ്രൂവ് യുവർ ഹാർട്ട് ഫങ്ഷൻ. നമുക്ക് ഹാർട്ട് റേറ്റ് കൂട്ടുക, ഗ്രേഡഡ് ആയിട്ട് ബ്ലഡ് പ്രഷർ കൂട്ടുക. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കിനും ആളുടെ ഹാർട്ട് ഹെൽത്ത് ഗ്രാജുവലി ഇറ്റ് വിൽ ഇംപ്രൂവ്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ, ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടറോട്. പറഞ്ഞോളൂ. കേൾക്കാം, പറഞ്ഞോളൂ. എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട് സാറേ. ഞാൻ 100 ലിറ്റർ നല്ല ഗുളിക കഴിക്കുന്നത്. കൊളസ്ട്രോൾ ചെക്ക് ചെയ്തപ്പോ സാറേ 215 ഉണ്ട്. 215 ഉണ്ട്. 315 ഉണ്ട്. അപ്പൊ ഞാൻ ഗുളിക 100 ലിറ്റർ കൊളസ്ട്രോൾ കുറച്ച് കൂടുതൽ. അപ്പൊ ഞാൻ ട്രൈഗ്ലിസറൈഡുള്ള ഗുളിക, അതായത് 2-3 ഗുളിക കഴിക്കണം, അത് ഒന്നായി കഴിച്ചാൽ മതിയോ? ഇത് നമുക്ക് കൊളസ്ട്രോൾ ആദ്യം കുറയ്ക്കാൻ വേണ്ടിയുള്ള നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗുളിക സ്റ്റാറ്റിൻ എന്നുള്ള ഗുളികയാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഗുളിക എന്തായാലും കഴിക്കണം. അതിൻ്റെ കൂടെയായിട്ട് നമ്മുടെ ട്രൈഗ്ലിസറൈഡ് കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് ഫൈബ്രേറ്റ് എന്നുള്ള ഗുളിക കൂടെ ആഡ് ചെയ്യും. അതാണ് നിങ്ങൾ എഫ് എന്നുള്ളൊരു കോമ്പിനേഷനുള്ളൊരു ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ടും കൂടെ ഒരുമിച്ച് കഴിക്കുന്നതിലും കുഴപ്പമില്ല. ഇതിനകത്ത് വേറെ കോമ്പിനേഷൻസ് ഉണ്ട്, അതിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ച്, ഡോസേജ് അനുസരിച്ച്. അപ്പോൾ അത്
നിങ്ങളുടെ കൊളസ്ട്രോളിൻ്റെ അളവനുസരിച്ച് നിങ്ങളുടെ ഡോക്ടർ അതനുസരിച്ച് അത് മാറ്റിത്തരും. അത് കൂടുതലാണെങ്കിൽ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. നിങ്ങൾക്ക് അതുകൊണ്ട് റെസ്പോൺസ് ഇല്ല കൃത്യമായിട്ട് കഴിച്ചിട്ടാണെങ്കിൽ അത് മാറ്റിയിട്ട് അതിനെപ്പറ്റി വേറെ മെഡിസിൻസുകളും ഉണ്ട്. ഡോക്ടറെ കണ്ടിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതെ ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ആയിക്കോട്ടെ. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. വ്യായാമത്തിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഡോക്ടർ, പലപ്പോഴും ഈ ഹൃദ്രോഗികൾക്ക് ചില വ്യായാമങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മല കയറുക അങ്ങനെയുള്ളത്. പക്ഷെ എന്നാലും ചിലർ കുറച്ച് നാൾ വ്യായാമം, നടക്കുക, അങ്ങനെയൊക്കെയുള്ള വ്യായാമം ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് കുഴപ്പമില്ലാന്ന് തോന്നുമ്പോൾ ദേ സ്റ്റാർട്ട് ഡൂയിങ് ദാറ്റ്, സൈക്ലിംഗ്. ഇതൊക്കെ അവർക്ക് ചെയ്യാമോ എന്നുള്ളത്? ദിസ് ഇസ് എ വെരി കോമൺ ക്വസ്റ്റ്യൻ. ഇറ്റ് ഇസ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ എൻ്റെ കുറേ പേഷ്യൻസുകൾ വന്നേച്ച് പറയും, ഇപ്പോൾ നമ്മുടെ ശബരിമല പോകാൻ എനിക്ക് മല കയറാൻ പറ്റുമോ എന്നുള്ളതാണ്. അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. വൺ ഇസ് എ സ്പിരിച്വൽ സൈഡ് ടു ഇറ്റ്. എല്ലാ വർഷം പോകുന്ന ഒരാൾക്ക് ഒരു ചെറിയ അസുഖം വന്നുകൊണ്ട് എനിക്ക് മല കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മനസ്സിന് നമുക്ക് അതൊരു ബാധിക്കും. അപ്പം രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് നോക്കേണ്ടത്. ഒന്ന്, പുള്ളിയുടെ കറണ്ട് സ്റ്റേറ്റസ് എന്ന് വെച്ചാൽ പുള്ളിക്ക് നെഞ്ചുവേദനയുണ്ടോ, ശ്വാസമുട്ടലുണ്ടോ, എത്ര നാളായി പുള്ളിക്ക് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ടോ ബൈപ്പാസ് കഴിഞ്ഞിട്ടോ, ഇങ്ങനെ. രണ്ടാമത്തെ കാര്യം, പുള്ളിയുടെ ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ. നമ്മളൊരു എക്കോകാർഡിയോഗ്രാം ചെയ്യുമ്പോൾ ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ നമുക്കറിയാം, ഹാർട്ടിന് ബലമുണ്ടോ, ഇങ്ങനെയൊരു സ്ട്രെസ്സ് താങ്ങാനുള്ള ആൾക്കൊരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമുക്കറിയാം. മിക്ക ആൾക്കാർക്കും കൃത്യമായിട്ട് മരുന്ന് കഴിക്കുക, ആളുടെ ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ ഓക്കെ ആണെങ്കിൽ മല കയറി ദൈവത്തിനെ കാണാനും നമുക്ക് അങ്ങനെ ഒരു പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം നല്ലതാണ്. അപ്പം അങ്ങനെ ഞാൻ പോകാൻ എൻകറേജ് ചെയ്യുള്ളൂ. പക്ഷേ പോകുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒറ്റയടിക്ക് അങ്ങോട്ട് കയറരുത്. നമുക്ക് ബുദ്ധിമുട്ടില്ലെങ്കിലും കുറച്ച് നേരം എടുത്ത് ഒരു റെസ്റ്റ് എടുക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെയും കയറുക, പിന്നെ അങ്ങനെ പോവുക. അപ്പം നമുക്ക് ഒരു നട കയറാനോ അല്ലെങ്കിൽ ഇങ്ങനെ വലിയൊരു ഇത് ചെയ്യുന്നതിന് കുഴപ്പമില്ല. രണ്ടാമത്തത്, വ്യായാമത്തിനകത്ത് ഹെവി വെയിറ്റ് പൊക്കുന്ന എക്സർസൈസസ് വേണ്ട. ജനറലി എയറോബിക്കായിട്ട് ട്രെഡ്മില്ല് ചെയ്യുക, നടത്തം, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അടുത്തൊരു കോളിലേക്ക് പോകണം. ഹലോ ഹലോ, നമസ്കാരം. സംസാരിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടറെ പറഞ്ഞോളൂ. പെട്ടെന്ന് ചോദിക്കുകയാണ്, ഈ എക്സർസൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഈ കൃഷിപ്പണിക്കാര് ആ ഒരു എക്സർസൈസ് മതിയാവോ ഇതിന്? നല്ല ക്വസ്റ്റ്യനാണ്. കൃഷി എന്ന് പറയുന്നത് ഒരു നല്ലൊരു ഒരു ക്രിയയാണ്. അതിപ്പം എക്സർസൈസും ഉണ്ട്, അതിന് മനസ്സിനൊരു സുഖമുണ്ട്, അതിന് പിന്നെ ഒരു വ്യായാമത്തിൻ്റെ ഒരു ഭാഗമുണ്ട്. ഇതിനകത്ത് കൃഷി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ഹാർട്ട് പേഷ്യൻസ് എല്ലാ ആൾക്കാരോട് ഞാൻ പറയുന്നത് കൃഷി ചെയ്യണ്ടെന്ന് ഞാൻ പറയാറില്ല. പക്ഷേ ചില ക്രിയകൾ, ഇപ്പോൾ നമ്മൾ തൂമ്പെടുത്തൊരു വലിയൊരു കുഴി കുഴിക്കുക, ഒത്തിരി ഹെവി ആയിട്ടുള്ള ഒരു ഭാരപ്പെട്ട ഒരു സംഗതി എടുത്ത് നീക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനത്തെ പേഷ്യൻസിന് പാടില്ല. പക്ഷേ പറമ്പിലോട്ട് നടക്കുക, ചെടി നനയ്ക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലതാണ്. നമുക്കത് മനസ്സിനും നമുക്ക് ഹാർട്ടിനും നല്ലൊരു സംഗതിയാണ്. അപ്പം എക്സർസൈസ്, ഇങ്ങനത്തെ എക്സർസൈസസ് കോൾ ഇൻസിഡൻറ്റൽ എക്സർസൈസ്, നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് വരുന്ന എക്സർസൈസിന് അത് നല്ല കാര്യമാണ്, ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് നടത്തത്തിനും അല്ലെങ്കിൽ വ്യായാമത്തിനും സമയം കണ്ടെത്തണം. ഇപ്പോൾ ഡോക്ടർ, ഇപ്പോൾ ഈ ഇൻസിഡൻ്റൽ എക്സസൈസസ് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ വളരെ റെലവൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം വരുന്നത്, ഈ വീട്ടമ്മമാർ ചോദിക്കുന്ന ഇതേ ചോദ്യമുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ എപ്പോഴും ജോലി ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. പക്ഷെ അവർ ജോലി ചെയ്യുന്ന രീതി ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, ആധുനികമായിട്ടുള്ള ഉപകരണങ്ങളുണ്ട്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് എക്സസൈസിൻ്റെ ആവശ്യമില്ല എന്ന് പല വീട്ടമ്മമാരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്താണ്? വീട്ടിൽ ചെയ്യുന്ന ജോലി നമുക്ക് എക്സർസൈസിൻ്റെ ഒരു ഭാഗമായിട്ട് കണക്കാക്കും. പക്ഷേ അത് മാത്രമല്ല പൂർണ്ണമായിട്ടുള്ള എക്സർസൈസ്. ബിക്കോസ് എക്സർസൈസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു റൂമിൽ നിന്ന് മറ്റേ റൂമിലോട്ട് പോയി, നമ്മൾ അവിടെ കുറച്ച് പാചകം ചെയ്തു, തിരിച്ചു വന്നു, നമ്മൾ നിന്നു, നമ്മൾ ഇരുന്നു, കുറച്ച് TV കണ്ടു, ഇങ്ങനെ കാര്യങ്ങളാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചൊരു ബ്രേക്ക് ഉണ്ട്. നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് 10 to 15 മിനിറ്റ്സ് എങ്കിലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ്, നമ്മുടെ ബ്ലഡ് പ്രഷർ ഒരു പർട്ടിക്കുലർ ലെവലിലോട്ട് എത്തും. ഇത് ഹാർട്ടിനൊരു മൈനർ സ്ട്രെസ്സായിട്ടാണ് വരുന്നത്, പക്ഷേ ഹാർട്ടിനൊരു എക്സർസൈസ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഒരു 2 സ്റ്റെപ്പ് നടന്നിട്ട് നിന്നു, പിന്നെ തിരിച്ചു വന്നു, അങ്ങനത്തേത് എക്സസൈസായിട്ട് കണക്കാക്കിയാലും കുറച്ച് സമയം നമുക്ക് പ്രോപ്പർ എക്സസൈസിന് നമുക്ക് ചെലവഴിക്കേണ്ടത് വരും. അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ ഹലോ, നമസ്കാരം. ഡോക്ടർ ലൈവാണ്, ചോദിച്ചോളൂ. ഡോക്ടറെ, രാത്രിയാണ് പണി, ഒരു കുറച്ചു നേരം ഉണ്ടാവും. പക്ഷെ പകല് കൂടുന്നതിൽ ഉറക്കം, അതിന് വല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ്. ഇങ്ങനെ ഒരു നല്ലൊരു കാര്യമാണ് ചോദിച്ചത്. ചിലർക്ക് നമ്മുടെ പുള്ളിക്കാരൻ മാത്രമല്ല, ഒരു സിമ്പിൾ എക്സാമ്പിൾ ഇസ് എൻ IT എംപ്ലോയി. ഷിഫ്റ്റ് ഇഫ് ഇറ്റ് ഇസ് ഫ്രം 2 AM to 8 AM എന്ന് വെച്ചാൽ എനിക്ക് ആ സമയത്ത് ഉറക്കം കിട്ടാറില്ല, അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണെന്നുള്ള ആൾക്കാർക്ക് നമ്മുടെ ബോഡി ഫോളോസ് വാട്ട് ഇസ് കോൾഡ് എ സോളാർ സൈക്കിൾ. സൂര്യൻ്റെ സൈക്കിളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സൂര്യൻ ഇല്ലാത്ത സമയത്ത് നമുക്ക് ഉറങ്ങണം. അപ്പം പുള്ളിക്കാരൻ ഇപ്പോൾ കുറച്ച് സ്ലീപ്പ് ഡിപ്രൈവേഷൻസ്, അവർക്ക് കുറച്ച് നാൾ ഉറങ്ങാത്തപ്പം പുള്ളിക്ക് ശരീരത്തിന് കുറച്ച് ഇതുണ്ടാവും, ഡാമേജ് ഉണ്ടാവും, അല്ലെങ്കിൽ പുള്ളിക്ക് ഉറക്കം കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. ഇങ്ങനത്തെ ആൾക്കാർക്ക് നമുക്ക് ഒരു ആഴ്ചയിൽ കുറച്ച് ദിവസം, യൂഷ്വലി വീക്കെൻഡ്സിൽ
പറ്റുവാണെങ്കിൽ ആ ഉറക്കത്തിൻ്റെ ഡെറ്റ് നമുക്ക് ഉള്ള ഇത് നമുക്ക് തീർത്തു കൊടുക്കണം, നമുക്ക് തീർക്കണം. അങ്ങനെ ചെയ്യാൻ പറ്റും അല്ലേ? അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഒരു ദിവസത്തിൽ വേണ്ടിയ ഉറക്കം അന്ന് തന്നെ നമ്മൾ ഉറങ്ങി തീർക്കുക എന്നാണ് ഓൾവേസ് നല്ലത്. അപ്പോൾ ഇങ്ങനെ ഒരു ജോലി ബുദ്ധിമുട്ടായിട്ട് വരുന്ന ആൾക്കാർക്ക് നമുക്കത് ക്ലിയർ ചെയ്യാൻ വേറെ ഒരു വീക്കെൻഡ്സിലൊക്കെ നന്നായി ഉറങ്ങുക അല്ലേ? റെസ്റ്റ് വേണ്ടി വരും. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പം ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞാലും ചിലർ തീരെ ഭക്ഷണം കഴിക്കില്ല, ആവശ്യത്തിന് പോഷകമായിട്ടുള്ള കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ ഒരു സമീകൃത ആഹാരം കഴിക്കുക എന്നതോടൊപ്പം തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് റീസെൻ്റ്ലി ദർ വാസ് ഒരു ഇന്ത്യൻ കാർഡിയക് ഡിസീസിനെ പറ്റി ഒരു സ്റ്റഡി ഉണ്ട്, 2016 പബ്ലിഷ് ചെയ്തതാണ്. അതിനകത്ത് നമ്മുടെ ഭക്ഷണത്തിനകത്ത് കുറച്ച് കാര്യങ്ങൾ കുറവുണ്ട്. അതാണ് ഒന്ന് ഫ്രൂട്ട്സാണ്, ഒന്നാണ് വെജിറ്റബിൾസാണ്. ഇപ്പോൾ ഒരു സാധാരണ കൊച്ചിനോട് ചോദിച്ചാൽ അവരുടെ ഫേവറേറ്റ് ഫുഡാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ആൻസർ വിൽ ബി ചിക്കൻ ഓർ ഫിഷ്, അത് നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരിൽ. വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സിന് ഒരു മഹത്വമുണ്ട്. അതിൻ്റെ ഒരു ന്യൂട്രീഷണൽ ഇമ്പാക്റ്റ് നമുക്ക് കൂടുതലായിട്ട് വേണം. രണ്ടാമത്തെ കാര്യം, ഫുഡിനകത്ത് 2-3 സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ഫുഡ് നമ്മളെ ആകർഷിക്കും, പക്ഷേ അതിനകത്ത് പോഷണമില്ല. ഫോർ എക്സാമ്പിൾ, എ സോഫ്റ്റ് ഡ്രിങ്ക് ഓർ എ പാക്കറ്റ് ഓഫ് ചിപ്സ് ഓർ എ ഫ്രൈഡ് ഐറ്റം നമുക്ക് കഴിക്കാൻ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്, രുചിപ്രദമാണ്, പക്ഷേ അതിനകത്തുള്ള കണ്ടൻറ്റ് ഈസ് സംതിങ് വിച്ച് ക്യാൻ ബി ഹാംഫുൾ. അതിനകത്ത് നമ്മൾ ട്രാൻസ് ഫാറ്റ്സ് എന്ന് പറയും, ഇത് നിങ്ങൾ കേട്ട് കാണും. നമ്മളൊരു പർട്ടിക്കുലർ ഒരു ഫ്രൈഡ് ഫുഡ് ആ ഓയിൽ റീയൂസ് ചെയ്യുമ്പോഴോ അങ്ങനെ വരുമ്പോഴത്തേക്കിനും ഓയിലിൻ്റെ ക്വാളിറ്റി ചേഞ്ചസ്, ഇത് ഹാർട്ടിൻ്റെ രക്തക്കുഴലിനകത്ത് ബ്ലോക്ക് ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു ഒരു ഇൻഗ്രീഡിയൻ്റാണ്. ഇങ്ങനത്തെ കണ്ടീഷൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കൂട്ടുക, എക്സർസൈസ് കൂട്ടുക, ഫ്രൂട്ട്സിനകത്ത് ഫ്രൈഡ് ഐറ്റംസ് കുറയ്ക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഫ്രൈഡ് ഐറ്റംസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ജീവിതശൈലി രോഗങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാവും, കൊളസ്ട്രോൾ അല്ലേ? അപ്പോൾ ഇത് മൂന്നും ഉള്ളവർ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്? ആദ്യമായിട്ട് നമ്മൾ ഏത് അസുഖമുണ്ട് അതിൻ്റെ കൃത്യമായിട്ട് മരുന്ന് കഴിക്കുക, അത് മുടക്കരുത്. രണ്ടാമത്തത്, മരുന്നിന് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് നോക്കാൻ നമ്മുടെ ഡോക്ടറിനെ കണ്ടിട്ട് അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്യുക. ഇപ്പോൾ മരുന്ന് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ വേറെ എന്തെങ്കിലും അസുഖം വരുന്നുണ്ടോ. മൂന്നാമത്തെ കാര്യം, നമ്മൾ ഇതിനകത്ത് നോക്കേണ്ടത് എക്സർസൈസിൻ്റെ ഒരു പ്രാധാന്യം കൊടുക്കുക. നാലാമത്തത്, ഇപ്പോൾ ഷുഗർ പേഷ്യൻസ് ആണെങ്കിൽ ഒരു ഡയറ്റീഷ്യനെ കാണുക, എന്നിട്ട് കൃത്യമായിട്ട് എങ്ങനെ ഭക്ഷണം കഴിക്കേണ്ട രീതിയും ഏത് ഓയിൽ ഉപയോഗിക്കണം, എത്രമാത്രം നമുക്കിത് കഴിക്കണം, ഏത് ക്വാണ്ടിറ്റിയിലാണ് കഴിക്കണമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ കൂടെ നമ്മുടെ മരുന്നിൻ്റെയും വ്യായാമത്തിൻ്റെയും ഒരു ശ്രദ്ധയില്ലെങ്കിൽ ഇങ്ങനെയൊരു അസുഖം നമുക്ക് മാറിക്കിട്ടത്തില്ല. മിക്ക ആൾക്കാർക്കും നമുക്ക് ഭക്ഷണവും വ്യായാമവും നോക്കിയാൽ ചിലപ്പോൾ മരുന്നിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാം. അതാണ് നമ്മുടെ പേഷ്യൻസിനോട് പറയാറ്. ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ്സ് ഹൃദയത്തിനെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. തീർച്ചയായും. മാനസിക ആരോഗ്യം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു? വലിയൊരു പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. നമ്മൾ കൊടുക്കാത്ത ഒരു സംഗതിയാണ് മാനസികാരോഗ്യം. സ്ട്രെസ് എന്ന് പറയുമ്പോഴത്തേക്കിനും ശരീരത്തിനെ വേറെ വേറെ വിധത്തിൽ എഫക്റ്റ് ചെയ്യും. ഇറ്റ് വിൽ കോസ് എ ചേഞ്ച് ഓഫ് യുവർ ബിഹേവിയർ. ഇപ്പോൾ നമുക്കൊരു സ്ട്രെസ്സുള്ള സമയത്ത് കോമണസ്റ്റ് എമംഗ് മെയിൽസ് ഇസ് എനിക്കൊന്ന് പുകവലിക്കാൻ തോന്നുന്നു, എമംഗ് സ്മോക്കേഴ്സ്. എമംഗ് ഒബീസ് പേഷ്യൻസ് എനിക്കൊന്ന് കഴിക്കാൻ തോന്നുന്നു, എനിക്ക് ഇതിനകത്ത് എനിക്ക് ദേഷ്യം തോന്നുന്നു. ഇതെല്ലാം നമുക്കൊരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമുക്ക് ഉൾപ്പെടാൻ കൊള്ളാത്തപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ബിഹേവിയർ പാറ്റേൺസാണ്. ചിലർ ആൽക്കഹോൾ, അങ്ങനത്തെ ഒരു കാര്യങ്ങൾ. അപ്പോൾ സ്ട്രെസ്സ് കൊണ്ട് നമ്മുടെ ബിഹേവിയർ ചേഞ്ച് കൊണ്ട് നമുക്ക് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. ഒബേസിറ്റി ഉണ്ട്, നമുക്ക് ആൽക്കഹോൾ കൺസംഷൻ ഉണ്ട്, സ്മോക്കിംഗ് ഉണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കിനും നമുക്ക് ഹാർട്ടിൻ്റെ ഓരോ റിസ്ക് ഫാക്ടർ നമ്മൾ കൂട്ടുകയാണ്. സ്മോക്കിംഗ് കൂട്ടുന്നുണ്ട്, കൊളസ്ട്രോൾ കൂട്ടുന്നുണ്ട്. നമുക്ക് അതല്ലാതെ തന്നെ ഹാർട്ടിൻ്റെ രക്തധമനിക്ക് താങ്ങാൻ പറ്റാത്ത നമുക്ക് സ്ട്രെസ്സ് കൊടുക്കുമ്പോൾ ചിലർക്ക് അറ്റാക്കായിട്ട് മാറും. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ സ്മോക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞു. സ്മോക്കിംഗ് ഹൃദയത്തിന് തീരെ പറ്റാത്ത ഒന്നാണെന്ന്. അതേസമയം തന്നെ ആൽക്കഹോളിൻ്റെ കാര്യത്തിൽ രണ്ടഭിപ്രായം പറയുന്നത് കേട്ടിട്ടുണ്ട്. എൻ്റെ ഡോക്ടർ പറഞ്ഞു കുറച്ച് കഴിച്ചോളാൻ പറഞ്ഞു, കാരണം എനിക്ക് ബ്ലഡ് ഡൈല്യൂട്ട് ആവാൻ നല്ലതാണെന്ന് പറഞ്ഞു എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇവർ പറയുന്നത് സത്യമാണോ? എന്താണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം? ആൽക്കഹോൾ കൊണ്ട് ബ്ലഡ് ഡൈല്യൂട്ട് ആകത്തില്ല. അത് ആൽക്കഹോൾ എന്നുള്ളൊരു സംഗതി ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് സർട്ടൻ സ്റ്റഡീസിനകത്ത് ഇറ്റ് ഇസ് ബെനിഫിഷ്യൽ എന്ന് പറയുന്നുണ്ട്. പക്ഷേ പൊതുവെ ഒരു ജനറലൈസ്ഡ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ആൽക്കഹോൾ ഞാൻ പൊതുവെ അവോയ്ഡ് ചെയ്യാനാണ് പറയാറ്. ബിക്കോസ് ഒരു സ്മോൾ നെവർ റിമെയിൻസ് എ സ്മോൾ. നമ്മൾ ഗ്രോ ചെയ്യുന്ന പോലെ തന്നെ ഇറ്റ് വിൽ ഗ്രാജുവേറ്റ് ടു എ ലാർജ് ഓർ എ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഡ്രിങ്കിങ്.
അതുകൊണ്ട് ആൽക്കഹോളിൻ്റെ കാര്യത്തിൽ ഞാൻ ഓൾവേസ് അത് നോ എന്നാണ് പറയാറ്. വേറെ സ്മോക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഓൾവേസ് ദർ ഇസ് എൻ അബ്സല്യൂട്ട് നോ, ബിക്കോസ് അങ്ങനത്തെ ഒരു റിസ്ക് ഫാക്ടർ നമ്മുടെ യൂത്തിനെ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ സ്മോക്കിംഗ് കൊണ്ട് നമുക്ക് ഇത്രയും ഒരു ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ട് ഐ വിൽ ഓൾവേസ് സേ നോ. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചു. നമസ്കാരം. താങ്ക് യു. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.